നവജാത ശിശുവിന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം കാടിനുള്ളിൽ കണ്ടെത്തി. ഈ ദൃശ്യം പ്രേക്ഷകരെ കാണിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കുവാൻ ബാധ്യതയുള്ള ഒരു മാധ്യമത്തിന് ഒന്നും തന്നെ മറച്ചുവെക്കാനും ഒളിച്ചുവെക്കാനുമാകില്ല. ജനങ്ങളെ അറിയിക്കുകയെന്ന കൃത്യം മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. ഇത്രയും പൈശാചികമായ ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നത് മനസ്സോടെയല്ല. എല്ലാവരും കാണണമെന്ന നിർബന്ധവുമില്ല. മനസാന്നിധ്യമുള്ളവർ കാണട്ടെ, അറിയട്ടെ, അത്രമാത്രം. കൂടൽ മുറിഞ്ഞകല്ലിൽ നിന്നും 7 കിലോമീറ്റർ പിന്നിടുമ്പോൾ വനാതിർത്തിയിൽ കുളത്തുമൺ എന്ന ഒരു സ്ഥലമുണ്ട്. കുളത്തുമണ്ണിൽ നിന്നും 3 കിലോമീറ്റർ ഉള്ളിലായി വനാന്തർ ഭാഗത്താണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. നടുവത്തുമൂഴി വനമേഖലയിൽ പെടുന്നതാണ് ഈ പ്രദേശം. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയവരാണ് നവജാത ശിശുവിന്റെ ജഡം കത്തിക്കരിഞ്ഞ നിലയിൽ ഇവിടെ കണ്ടെത്തിയത്. കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ ചാക്കിലും പേപ്പറിലുമായി പൊതിഞ്ഞു കൊണ്ടുവന്നാണ് കത്തിച്ചത്. മുഖവും വയറും പൂർണ്ണമായും കത്തിനശിച്ചു. കൈപ്പത്തിയും തലയോട്ടിയും ആന്തരിക ഭാഗത്തെ എല്ലുകളുമെല്ലാം കണ്ടാണ് മൃതദേഹം നവജാത ശിശുവിന്റേതാണെന്ന് നിർണയിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൂടൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പിഞ്ചുകുഞ്ഞിനെ ചുട്ടുകൊന്ന് പൈശാചികമായ ഈ ക്രൂരകൃത്യം ചെയ്ത മനുഷ്യമൃഗങ്ങളെ കണ്ടെത്താനായി ശാസ്ത്രീയ അന്വേഷണ സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവജാത ശിശുവിന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ അവശിഷ്ടം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് കൂടൽ പോലീസ് അറിയിച്ചു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.